ഹായ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഒരു മൂങ്ങക്കുട്ടിയാണ് നട്ട തോന്നുന്നു. ഒരു കിളി വന്നിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പം ആ കിളി കുഞ്ഞിനെ എടുത്ത് അതവിടെ ഇരിക്കിൻ്റെ കുഞ്ഞിന് എന്താ വെച്ചാലേ കാക്ക കൊത്തിയിട്ട് നമുക്ക് കിട്ടിയതാ. 3 കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും ചെറുതിനെ നമുക്ക് കിട്ടിയതാട്ടാ. അപ്പൊ കാക്കൊക്കെ പോണ നേരത്ത് രാത്രിയാവുമ്പോ കാക്കൊക്കെ പോവും. പിന്നെ ഒരിക്കൽ കണ്ണ് കാണപ്പോഴാണല്ലോ. അപ്പൊ ആ ടൈം നോക്കിയിട്ട് നമ്മള് പുറത്താ വിട്ടു കൊടുത്തായിരുന്നു കേട്ടാ. മരത്തുമ്മല് വെച്ച് കൊടുത്തായിരുന്നു. അപ്പൊ അയാളെ മരത്തുമ്മ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണാണ് കേട്ടോ. കുഞ്ഞു പൈതലാണ് കേട്ടാ. എന്താ വെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിപ്പൊക്കെ തോന്നും. പക്ഷെ നല്ല കുഞ്ഞെന്ന് വെച്ചാൽ കുഞ്ഞു പൈതലാട്ടാ. അപ്പൊ അയാള് കുറെ നേരം ഞാൻ തൊട്ടുഴിഞ്ഞൊക്കെ ഇരുന്ന കാരണം അയാൾ എന്നോട് നല്ല ഇണങ്ങിയായിരുന്നു. ഞാനപ്പോ മരത്തുമ്മയ്ക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോ അയാള് കയ്യുമെന്ന് ഇറങ്ങാൻ തീരെ കൂട്ടാക്കണില്ല കേട്ടാ. കുഞ്ഞു പൈതലെങ്കിൽ അപ്പൊ അതിനെ വിട്ടുകൊടുക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇങ്ങനത്തെ ഓരോ നമുക്ക് എങ്ങനെ നോക്കാം, അവർക്കുള്ള ഫുഡൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ വിട്ടുകൊടുക്കാണ്ട് ഒരു മാർഗവും ഇല്ല. അപ്പൊ ഇയാളാണെങ്കിൽ എന്റെ കൈമെന്ന് തീരെ പോണില്ല കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ മരത്തുമ്മലേക്ക് ഇങ്ങനെ വെക്കാൻ കൊറേ നോക്കും. പക്ഷെ അയാള് പോണില്ല. എന്താ വെച്ചാല് ഞാൻ അവനെ കിട്ടിയപ്പോ തൊട്ട് ഇങ്ങനെ തൊട്ടുഴിഞ്ഞ് ഓരോന്നൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവന് പേടിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ മരത്തുമ്മ വെക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. പക്ഷെ ക്രാവ് തീരെ പോണില്ല കേട്ടോ. അപ്പൊ വല്ലാത്തൊരു വിഷമായി. അവനവിടെ നിർബന്ധത്തോടെ നമ്മ വെച്ചു കൊടുത്ത പോലെ ആയപ്പോ അപ്പൊ അവനെ വിട്ടുകൊടുത്ത് പോന്നപ്പോ വല്ലാത്തൊരു വിഷമായിരുന്നു. പിന്നെ രാത്രിക്ക് ഇങ്ങനെ കരച്ചിലായിട്ടപ്പോ ആകെ ഒരു വിഷമായിരുന്നു. പക്ഷെ പിറ്റേന്ന് പകല് കണ്ടായിരുന്നു അപ്പുറത്തുള്ള മാഞ്ചിയത്തിന്റെ മേലെ അവന്റെ അമ്മ വന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന കണ്ടായിരുന്നു. അപ്പൊ തന്നെ ഒരു സമാധാനായിട്ടാ. മറ്റേതിങ്ങനെ എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ മരത്തുമ്മ വെച്ചത്. എന്നിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വിഷമാവില്ലേ. അപ്പൊ അത് കാരണം ഭയങ്കര വിഷമായിരുന്നു. വിട്ടുകൊടുക്കാനേ തോന്നുന്നുണ്ടായില്ല. കണ്ട എൻ്റെ കൈ വന്ന് തീരെ പോണില്ല കേട്ടാ. അപ്പൊ ഈ കുഞ്ഞുപ്പ ഇതെല്ലാം കണ്ടിട്ട് വിട്ടുകൊടുക്കാനൊരു വിഷമം. അപ്പം എൻ്റെ ഒരു നിർബന്ധം പോലെയാണ് കേട്ടോ അവനെ വിട്ടുകൊടുത്തതേ. അപ്പം അത് കാരണം എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. അവിടെ നിർത്തി പോന്നപ്പോൾ കണ്ട കുഞ്ഞു ഭാവിന്ന്. എന്നിട്ട് പക്ഷേ നമുക്ക് വിട്ടുകൊടുക്കാണ്ടും പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള ഇറ്റങ്ങളെ വളർത്താൻ നമുക്ക് പറ്റില്ലല്ലോ. ഇതിലിങ്ങനെ കാണുന്ന എത്ര വലിപ്പം തോന്നിയാലും ആൾ ഇത്രയൊന്നും ഇല്ല, ചെറുതാണ് കേട്ടാ. അപ്പോൾ എനിക്ക് അതിൻ്റെ കണ്ണും മോറൊക്കെ കണ്ടിട്ടേ വിട്ടുകൊടുക്കുമ്പോഴും ഒരു വിഷമമായിരുന്നു. ഉള്ളപ്പോഴും ഗ്രില്ലിൻ്റെ അവിടെ ഇങ്ങനെ നോക്കും, ടോർച്ചടിച്ച് നോക്കും. അപ്പോൾ അവനവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സമാധാനം. നേരെ വെളുത്തിട്ട് ആദ്യം പകലൊന്നും കണ്ടിരുന്നില്ല കേട്ടാ. എന്നിട്ട് നമ്മൾ രാത്രി ഈ ഒരു ഈവനിങ് ഒക്കെ ടൈമിൽ ഞാനും മോളും കൂടെ ടെറസിന്മേൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ മാഞ്ചിയത്തും ഇരിക്കുന്ന കണ്ടു. അപ്പോഴാണൊരു സമാധാനമായത്. ആൾ അമ്മേരുടെ അടുത്ത് തന്നെ എത്തിയെന്ന് കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നിയിട്ടാ. മറ്റേതൊരു പേടിയായിരുന്നു, മനസ്സിന് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഞാൻ രാവിലെ നോക്കുമ്പോൾ എന്തെങ്കിലും പറ്റിക്കെടുക്കുന്നുണ്ട്, അതിലും വലിയ വിഷമമാണല്ലോ. എന്താ വെച്ചാൽ ഇയാൾ എൻ്റെ കയ്യുമെന്ന് പോവാനും കൂട്ടാക്കുണ്ടായില്ല കേട്ടോ. അപ്പം അത് കാരണം വിട്ടുകൊടുക്കാനുള്ള വിഷമം വേറെ അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ പിന്നീട് കണ്ടപ്പോഴൊക്കെ ഒരു സമാധാനം. ഇപ്പം ഇടയ്ക്കൊക്കെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ആളെ കണ്ടില്ല. പക്ഷെ അമ്മയുടെ അടുത്ത് എത്തിയെന്ന് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായി. തീറ്റ കൊടുക്കണൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഒരു സമാധാനമായി. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരൊക്കെ ഇട്ടു കേട്ടോ. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെമ്പോത്തും കുട്ടീനെ കാക്കോത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളെ വളർത്തി പിന്നെ അയാൾ വലുതായി ഇപ്പോൾ പറന്നു പോയി. ഇടയ്ക്ക് നമ്മുടെ അടുത്തൊക്കെ വരും. പക്ഷെ അടുത്തേക്ക് വല്ലാണ്ട് വരില്ല, പിടിക്കുന്നുള്ള പേടി ഉണ്ടാവുമായിരിക്കും. എന്താ വെച്ചാൽ ആ ചെമ്പോത്തുകൾ മറ്റ് കിളികളെ പോലെ അധികം ഇണങ്ങൂല്ലല്ലോ. നമ്മുടെ ഈ കിളിപ്രാന്ത് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ മൈനക്കുട്ടീനെ കിട്ടിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അപ്പം അതിനെയും വളർത്തി പറക്കാനാകുമ്പോൾ വിട്ടു കൊടുക്കും കേട്ടോ. നമ്മങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നത് തന്നെ ഒരു വല്ലാത്ത വിഷമല്ലേ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വിട്ടുകൊടുത്തതിൽ ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമായിരുന്നു ആ കുഞ്ഞിക്കണ്ണൊക്കെ കണ്ടിട്ട്. പക്ഷെ എന്നാലും അവൻ പോയി ജീവിക്കട്ടെ. നമ്മളിങ്ങനെ അടച്ചും പിടിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവൻ്റെ അമ്മേൻ്റെ അടുത്ത് എത്തി കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമായിട്ടാണ്.
അമ്മയുടെ ഏൽപ്പിച്ചിട്ടാണല്ലോ എന്നുള്ളൊരു അങ്ങനെ ആലോചിച്ചപ്പോൾ സമാധാനമായി. അല്ലെങ്കിൽ നമ്മ ഈനെ പിടിച്ചിടും ചെയ്യും, അതിൻ്റെ ആ തള്ളിയും വിഷമിക്കും, കുട്ടിയും വിഷമിക്കും. വേറെ 2 ചെറുതുകളുണ്ടായിരുന്നു, പക്ഷെ അവർ കുറച്ചും കൂടിയും വലുതായിരുന്നു, ഇയാളെക്കാട്ടും പറക്കാനായിട്ടുണ്ട് കേട്ടോ.